വെൽക്കം ബാക്ക് ടു സൈ വിത്ത് അനദർ ഓപ്പർച്യൂണിറ്റി നൽകുന്നത് IBM ആണ്. അതും നമ്മുടെ IBM എന്ന് പറയുമ്പോൾ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അതുപോലെ തന്നെ AI ടൂൾസ് ഏജൻസ് അതുപോലെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നൽകുന്ന ഒരു കമ്പനിയാണ്. സോ അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻറ്റേൺഷിപ്പാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇൻറ്റേൺഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ ഇൻറ്റേൺഷിപ്പ് പോർട്ടൽ ത്രൂ വരുന്ന ഒരു ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റിയാണ്. അതും AICT ഇന്ത്യൻ ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടെയാണ്. അതും സർട്ടിഫിക്കറ്റോട് കൂടെയുള്ള ഒരു ഫ്രീ ഇൻറ്റേൺഷിപ്പാണ്. സ്റ്റൈപ്പൻ്റെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റഡീസിനൊക്കെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻറ്റേൺഷിപ്പ് ഇവിടെ നൽകുന്നുണ്ട്. സോ ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് IBM സ്കിൽസ് ബിൽഡിന് അണ്ടറിൽ വരുന്ന EduNet ഫൗണ്ടേഷൻ നൽകുന്ന ഒരു ഇൻറ്റേൺഷിപ്പാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് 6 വീക്ക് ഇൻറ്റേൺഷിപ്പാണ്. ജൂൺ 2025 ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അഡ്മിഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാൻ ഇന്ത്യയിൽ എവിടെയുള്ള സ്റ്റുഡൻസ് ആണ് നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. വെർച്വൽ ഇൻറ്റേൺഷിപ്പാണ്. സോ സിസ്റ്റം കാര്യങ്ങളും വൈഫൈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടതായിട്ട് വരുന്നതാണ്. സോ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഇമീഡിയറ്റ്ലി. സോ ജൂൺ സെക്ഷനിലേക്കുള്ള ഇത് പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം. സോ 6 വീക്ക് ഡ്യൂറേഷനാണ്. ഒരു സ്റ്റൈപ്പൻ്റെ കാര്യമൊന്നുമില്ല. ക്രെഡിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. സോ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31st May. സോ 31st May വരെ ടൈമുണ്ട്. സോ വെർച്വൽ ഇൻറ്റേൺഷിപ്പ് നിങ്ങൾ എവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റി കൂടെയാണ്. അതും വിത്ത് സർട്ടിഫിക്കറ്റ്. സോ IBM സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ എത്ര ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്, എത്ര മികച്ചതാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ CV-യിലൊക്കെ അത് എത്രമാത്രം റിഫ്ലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. അതുപോലെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ സോ IBM സ്കിൽ ബിൽഡ് പ്രോഗ്രാംസിന് അണ്ടറിൽ വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് AICTന് ഭാഗമായിട്ട് വരുന്ന ഒരു ഇൻറ്റേൺഷിപ്പാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് brought by EduNet Foundation. So these are weekly virtual workshop focusing on AI technologies, empowering students with cutting edge knowledge and skills എന്നും പറയുന്നുണ്ട്. സോ ഒരു പ്രൊഫഷണൽ ആസ് വെൽ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കിൽസ് ഒക്കെ നേടാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി തന്നെയാണിത്. ഫാസ്റ്റ് ഗ്രോയിങ് AI ഇൻഡസ്ട്രിയിലൊക്കെ വരുന്ന ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആസ് വെൽ ആസ് ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൂടെയാണ് ഈ ഒരു സർട്ടിഫിക്കറ്റിലൂടെ നിങ്ങളെ തേടി വരുന്നത്. സോ അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെയാണ് മേജറായിട്ട് സ്റ്റുഡൻസിനൊരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്മിറ്റ് ഇൻഡിവിജ്വൽ AI പ്രോജക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ ഏൺ എ സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ ഉണ്ട്. സോ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫുൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻറ്റേൺഷിപ്പ് ടൈം പീരീഡും കോഴ്സ് പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കംപ്ലീഷൻ ഉണ്ടാവുന്നതായിരിക്കും. സോ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം IBMൻ്റെ ഉള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും. സോ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഗെയിൻ ഡിജിറ്റൽ ക്രെഡൻഷ്യൽ ബൂസ്റ്റിംഗ് ദെയർ പ്രൊഫഷണൽ പ്രൊഫൈൽ എന്നും പറയുന്നുണ്ട്. സോ വളരെ മികച്ച ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസിനൊക്കെ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഫൗണ്ടേഷൻ കോഴ്സ് അല്ലെങ്കിൽ ഒരു ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ആണ്. സോ ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക? ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഫ്രം എനി എന്ന് പറയുന്നുണ്ട്. സോ ഏതൊരു സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടലാണ് AICTയുടെ ഈ ഒരു ഇൻറ്റേൺഷിപ്പ് വെർച്വൽ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി. പല പ്രോഗ്രാംസും ഉണ്ട്, അതിന് സ്റ്റൈപ്പൻ്റുള്ള പ്രോഗ്രാംസും ഉണ്ട്. ചിലത് ഓൺ സൈറ്റ് പോകേണ്ടി വരും, ഹൈബ്രിഡ് ആയിരിക്കും, റിമോട്ട് ആയിരിക്കും. സോ ഇതെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് വീട്ടിലിരുന്നോ വെർച്വലി ക്ലാസ് അറ്റൻഡ് ചെയ്ത് അതായത് ഈ ഒരു ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വിത്ത് സർട്ടിഫിക്കറ്റോടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ എനി സ്പെഷ്യലൈസേഷൻ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻസ് ആയിരിക്കണം, നിങ്ങൾക്ക് ഏത് ഫീൽഡിലുള്ളവർക്കാണെങ്കിലും ഏത് സ്പെഷ്യലൈസേഷൻ ഉള്ളവർക്കാണെങ്കിലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻറ്റേൺഷിപ്പ് കൂടെയാണ് വിത്ത് സർട്ടിഫിക്കറ്റ്. അഗൈൻ ഐം സെയിങ് വിത്ത് സർട്ടിഫിക്കറ്റ് IBMൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 6 വീക്ക് ആണ് ടൈം പീരീഡ് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ സ്കിൽസ് ആൻഡ് ഇൻട്രസ്റ്റഡ് മാച്ച് ചെയ്തിരിക്കണം. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റോടുകൂടെ മാത്രമായിരിക്കണം ഇതിലോട്ട് എൻ്റർ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. സോ ടേംസ് ആൻഡ് കണ്ടീഷൻസും എൻഗേജ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ദെൻ നമ്പർ ഓഫ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് 5000 ഓപ്പണിങ്സ് ആണല്ലോ. സോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഇതുപോലുള്ള മേഖലയിൽ താല്പര്യമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ അവർക്കൊന്ന് പാസ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ബിക്കോസ് ഇതുപോലുള്ളൊരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം വെർച്വലി കിട്ടുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. സോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതുപോലെ വാലിഡ് ആയിട്ടുള്ള ഒരു Gmail അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ അത് വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. കാരണം അതിലോട്ടായിരിക്കും ത്രൂ ഔട്ടുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളെല്ലാം വരിക. അതും സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് അവിടെ തന്നെ ആയിരിക്കും. സോ അതൊക്കെ ശ്രദ്ധിക്കാം. സോ ടെക്കി സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ BTech BE MCA BCA സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മികച്ച ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് IT ഇലക്ട്രോണിക്സ് റെലവൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ ഫീൽഡിലൊക്കെ ഉള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്റ്റേബിൾ ആയിട്ടൊരു ഇൻ്റർനെറ്റ് കണക്ഷനും അതുപോലെ ലാപ്ടോപ്പ് ആക്സസ് നിങ്ങൾക്ക് വേണ്ടതായിട്ട് വരും. കാരണം നിങ്ങളുടെ ത്രൂ ഔട്ട് ഇതൊരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. സോ ത്രൂ ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ PCയും അതുപോലെ തന്നെ ലാപ്ടോപ്പ് കാര്യങ്ങൾ ഒക്കെ തന്നെ ആയിരിക്കും. സോ സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷനും കാര്യങ്ങൾ പറയുന്നുണ്ട്. വിൻഡോസ് അല്ലെങ്കിൽ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രിഫേർഡ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബ്രൗസേഴ്സ് ലൈക്ക് ഗൂഗിൾ ക്രോം ഓർ ഫയർഫോക്സ് ദെൻ റെക്കമെൻഡഡ് ഫോർ എ സ്മൂത്ത് എക്സ്പീരിയൻസും പറയുന്നുണ്ട്. സോ ഇതിലും ജസ്റ്റ് നിങ്ങൾക്ക് നമ്മുടെ റോബോട്ട് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഒരുപാട് വെറൈറ്റി ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളെല്ലാം
ഇവിടെ നൽകുന്നുണ്ട് നാഷണൽ ഇന്റേൺഷിപ്പ് പോർട്ടൽ. ഇതിനു മുന്നേ നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതൊക്കെ നോക്കുക. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നതാണ് AICTE. ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ നൽകുന്ന ഒരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യാതെ ലഭിക്കും. ഓക്കെ, ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കിട്ടാവുന്ന നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.